ഇന്ന് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പൺ കിച്ചൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ഡോറ് തുറന്ന് നേരെ കാണുന്നത് തന്നെ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ ആ ഒരു വ്യൂ ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു ബാർ കൗണ്ടർ എന്നുള്ളൊരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തു. അതുമ്പോൾ ഒരു 3 ചെറിയ LED ലൈറ്റ്. ഇവിടെ എല്ലാം നമ്മൾ വുഡൻ ഫിനിഷ് ആ ഒരു തേക്കിൻ്റെ ഡിസൈൻ കൊടുക്കാമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ഹാങ്ങിങ് ലൈറ്റും. അതിപ്പോൾ എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഞങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാലും ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ വേറെ റാക്കും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. നേരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എല്ലാത്തിൻ്റെ മുകളിൽ നാനോ വൈറ്റാണ് ചെയ്തത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യണ സമയത്ത് ഫുൾ വുഡനാക്കി ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് എന്താ പറയുക, വുഡൻ മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കാണുമ്പോൾ ഒരു ഇത് തോന്നുമെന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ഗ്രീൻ, അങ്ങനെ ചെയ്യാമെന്നൊരു പ്ലാൻ വന്നു. അതിൽ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതായത് ഹാൻഡിൽസ് വരാത്ത ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരുന്നത്. നമ്മളിവിടെ ചെറിയ രീതിയിൽ ഒരു 45 അടിച്ചിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽസിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല, അതിൻ്റെ ചിലവ് നമുക്ക് ഒഴിവാക്കാമെന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ഹാൻഡിൽസ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഡിഫറൻസ് ഉണ്ടാവും. ഇതിപ്പോൾ ഹാൻഡിൽസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി അതിനുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വുഡൻ ഹോബ് സെറ്റ് ചെയ്യുന്നത്. നേരെ കാണുന്നത് തന്നെ ആയതുകൊണ്ട് ചെറിയ ഒരു ഓപ്പൺ റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഷോ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഒരുപാട് എന്താ പറയുക, കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നില്ല. നമ്മൾ കൂടുതലും അപ്പുറത്തൊരു കിച്ചൺ കൂടി ഉണ്ട്, അവിടെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ഒരു സിംഗിൾ ഡോർ ഉള്ളതിന് നമ്മൾ മരത്തിൻ്റെ, ഇപ്പോൾ തേക്കിൻ്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് ഹാൻഡിൽ ഉണ്ടാക്കി ചെയ്തത്. ബാക്കി നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ മറ്റേ WBC മെറ്റീരിയൽ വെച്ചാണ് ചെയ്തത്. അതിൻ്റെ നമ്മൾ വുഡൻ ആ ഒരു ടെക്സ്ചർ വരയ്ക്കാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PU പെയിൻ്റാണ് സംഭവം. PU പെയിൻറ്റ് ഒരു ഗ്രീൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണെങ്കിലും ഈ ഒരു ഗ്രീൻ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്തു. കാരണം കുറേ ഗ്രീൻ അടിച്ച് നോക്കി, ഈ വുഡന് ചേരുന്ന രീതിയിൽ തന്നെ ഗ്രീൻ വേണമല്ലോ. പിന്നെ ഈ മോളിൽ കൂടെ പോകുന്ന ആ ഒരു പീസ് നമ്മുടെ ബിജു ചേട്ടൻ, നമ്മുടെ കബോർഡ് വർക്ക് ആയിട്ട് ബിജു ചേട്ടൻ തന്നെ ചെയ്താണ്. അത് ചെയ്തു ഇപ്പോൾ നൈസായി. കാരണം അവിടെ വരെ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വൈറ്റ്. ഇവിടെ ഇത് തുറക്കുന്നത് ഇങ്ങനെയാണ് തുറക്കുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഗ്രീൻ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വരാൻ കാരണം നമ്മളവിടെ ആ ഒരു ഓവനും കാര്യങ്ങളൊക്കെ വെക്കുന്നുള്ള രീതിയിൽ കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ആ ടൈമിൽ നമുക്കത് എന്താ പറയുക, കോസ്റ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മളത് അവിടെ ഒഴിവാക്കിയിട്ട് ചെയ്യാനുണ്ടായത്.